ബി.ജെ.പി 2016 വിജയിച്ച മണ്ഡലമാണ് നേമം. ഇപ്രാവശ്യം അവർക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മണ്ഡലവും നേമമാണ്. നേമത്തെ ഫൈറ്റ് വളരെ പ്രവചനാതീതമായ ഒരു ഫൈറ്റാണ് പിന്നെ ബി.ജെ.പി കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ശിവൻകുട്ടിയും രാജീവ് ചന്ദ്രശേഖരും തമ്മിലുള്ള ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു ഫൈറ്റ് നടന്ന മണ്ഡലം കൂടിയാണ് നേമം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഒരു പ്രവചനാതീതമായ മത്സരമാണ് നടന്നത്. ഒരു പക്ഷേ ശിവൻകുട്ടി ഒരു വളരെ ചെറിയ മാർജിന് വിജയിച്ചു വന്നേക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതേസമയം ബി.ജെ.പി തുടക്കത്തിൽ വലിയൊരു പ്രതീക്ഷയില്ലെങ്കിലും അവസാന നിമിഷത്തേക്ക് ബി.ജെ.പി പോലും പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമായി കഴക്കൂട്ടം മാറിയിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഒരു പക്ഷെ അവിടെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബി.ജെ.പി കഴക്കൂട്ടത്ത് വിജയിച്ചു വരും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്ന. പിന്നെ ഡാറ്റകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസ് അവിടെ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് നടന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവ് പിന്നെ അവിടെ പ്രശാന്തിൻ്റെ ജനസമ്മതിയും കെ മുരളീധരൻ മുൻകാലങ്ങളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വ്യക്തിബന്ധങ്ങളും അതുപോലെ തന്നെ ശ്രീലേഖയുടെ ഒരു പ്രസൻസും വളരെ പ്രവചനാതീതമായ ഒരു മണ്ഡലമാക്കിയിട്ട് വട്ടിയൂർക്കാവിനെ മാറ്റുന്നുണ്ട്. കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷൻ സമയത്ത് മുരളീധരൻ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ടാണ് UDFന് അവിടെയുള്ള അവർ നില മെച്ചപ്പെടുത്തിയത്. 19 സീറ്റിലേക്ക് 19 ഡിവിഷൻ വിജയിച്ചു വരുന്നത്. അതിലേറ്റവും പ്രധാന പങ്ക് വഹിച്ചത് കെ മുരളീധരനാണ്. ആ അർത്ഥത്തിൽ മുരളീധരൻ കഴിഞ്ഞ 6-8 മാസമായി അവിടെ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് ആയിക്കൊണ്ട് മുരളീധരൻ വട്ടിയൂർക്കാവിൽ വിജയിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം മണ്ഡലം CP ജോണിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആദ്യമായി നിയമസഭയിൽ എത്താനുള്ള ഒരവസരമായി ാണ് ഞാൻ കാണുന്നത്. ഒരു പക്ഷേ ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയിൽ തന്നെ മാർജിനിൽ തന്നെ CP ജോൺ തിരുവനന്തപുരത്ത് വിജയിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ കംഫർട്ടബിൾ മെജോറിറ്റിയിൽ CP ജോൺ വിജയിക്കുന്നതാണ് എൻ്റെ ഒരു അനാലിസിസ്. പിന്നീട് അരുവിക്കര UDF വളരെയധികം പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ വർഷം ശബരിനാഥ് പരാജയപ്പെട്ട മണ്ഡലമാണ്. G. സ്റ്റീഫനിലൂടെ CPM അവിടെ വിജയിച്ചതാണ്. G. സ്റ്റീഫൻ തന്നെയാണ് ഇപ്രാവശ്യം CPMന് വേണ്ടി മത്സരിക്കുന്നത്. പക്ഷേ VS ശിവകുമാറിനെ പോലെ ഏറ്റവും ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് വരുന്ന സമയത്ത് അരുവിക്കര UDF തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ നെയ്യാറ്റിൻകരയും UDF തിരിച്ചു പിടിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഓൾ ടുഗദർ ഒരു 5 മുതൽ 6 സീറ്റ് വരെ UDFന് തിരുവനന്തപുരത്ത് നിന്ന് ലഭിച്ചേക്കാം എന്നാണ് എൻ്റെ ഒരു അനാലിസിസ്.